Hi students, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അതേപോലെ തന്നെ റോൾ ഓഫ് ഹോസ്പിറ്റൽ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ഹോസ്പിറ്റലാണ്. ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്: അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻപേഷ്യൻറ്റ് സർവീസസും ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് 2 മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഇൻപേഷ്യൻറ്റ് സർവീസസ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് റൂംസ്, പേഷ്യൻ്റ് വാർഡ്സ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലേബർ റൂം, മെറ്റേണിറ്റി വാർഡ്, ഇങ്ങനെ ഇത്രയുമാണ് ഇൻപേഷ്യൻറ്റ് സർവീസസിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് എന്ന് പറയുന്നത് കാഷ്വാലിറ്റി, കാർഡിയോളജി, അനസ്തോളജി, ക്രിട്ടിക്കൽ കെയർ, ഡെർമറ്റോളജി, ഇയർ, നോസ് ആൻഡ് ത്രോട്ട്, ജീറിയാട്രിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, ജനറൽ സർജറി, ഗൈനക്കോളജി, ഹെമറ്റോളജി, ഒബ്സ്ട്രിക്സ്, പീഡിയാട്രിക്സ്, ന്യൂറോളജി, ഓങ്കോളജി, ഒഫ്തോമോളജി എന്ന് പറഞ്ഞിട്ടാണ് ഔട്ട് പേഷ്യൻറ്റ് സർവീസസിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്, ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് 4 എണ്ണമായിട്ടാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. തെറാപ്യൂട്ടിക് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി, ഫാർമസി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ്സ്, അങ്ങനെയാണ് 4 എണ്ണമായിട്ടാണ് തെറാപ്യൂട്ടിക്കിൽ ഡയഗ്നോസ് ചെയ്തിട്ടുള്ളത്. ജനറലിൽ CSSD, ഹൗസ് കീപ്പിംഗ്, ഫുഡ് ആൻഡ് സർവീസസ്, ലോണ്ടറി, സെക്യൂരിറ്റി മെയിൻറ്റെയിനിങ്, ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജനറൽ കാറ്റഗറിയിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ആണ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ഇമേജിങ് ആൻഡ് ലബോറട്ടറി. ഡയഗ്നോസ്റ്റിക് പരമായി നമ്മൾ റേഡിയോളജിയിൽ നമ്മൾ ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്നത്. ലബോറട്ടറിയിലും അതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ആണ്. ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ്സും IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സും IT ആൻഡ് കമ്മ്യൂണിക്കേഷനുമാണ് ഇൻഫോർമേഷനായിട്ട് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഒന്നെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫിനാൻസ്, ആൻഡ് തേർഡ് വൺ ഈസ് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഔട്ട് പേഷ്യൻ്റ് ആണ്. ഔട്ട് പേഷ്യൻ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് people come to the hospital only for a consultant and not for admission. The patient seeks medical advice from a specific department depending on their problem, and doctors provide a prescription of medication for them to take for a certain period of time. Patients are then asked to come back for a follow-up. Patient treatment within the boundaries of the hospital lasts only a day. Outpatient department runs for a specific time during the day, and consultant doctors are usually brought in to handle OPD. OPD എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റഡ് ആവാതെ ഹോസ്പിറ്റലിൽ വന്ന് ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുക. പുറത്തുനിന്ന് ഒരു പേഷ്യൻ്റ് വന്ന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് സർവീസസ് എന്ന് പറയുന്നത്. ഇവിടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും, അവർക്ക് മെഡിസിൻസും കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യും. എന്നിട്ട് അവർക്ക് കുറഞ്ഞില്ലെങ്കിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു പീരിയഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് അവരോട് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കാഷ്വാലിറ്റി ആണ്. അപ്പം കാഷ്വാലിറ്റി എന്താണെന്നുള്ളത് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ദ ആൻഷ്യൻ്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ഡീൽസ് വിത്ത് പേഷ്യൻ്റ് who have been brought in by an ambulance in an emergency situation, and this department works 24/7 and it is equipped to deal with all the sorts of emergency. The patients are assessed according to the degree of injury or emergency and then provided immediate treatment before and being sent to a specialized department
of further treatment, and Plate report in 1962 gave birth to the official title of Accident Emergency Services, and this is reported state the provision that are to be followed for the smooth functioning of this department. അപ്പം കാഷ്വാലിറ്റി എന്ന് പറയുന്നത് is also called as ആക്സിഡൻറ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ എന്തെങ്കിലും ഒരു അസുഖങ്ങളോ അല്ലെങ്കിൽ വളരെ എമർജൻസി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു പേഷ്യൻ്റ് പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പം അവരുടെ സിറ്റുവേഷൻ വളരെ വേസ്റ്റ് ആണെങ്കിൽ ഏറ്റവും ആദ്യം കൊണ്ടുപോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അവരുടെ ഒരു സർവീസസ് എന്ന് പറയുന്നത് 24/7 ആണ്. 24 മണിക്കൂറും 24/7 എന്ന് പറയുന്നത് 7 ഡേയ്സിലും 24 ഹവേഴ്സും ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഒഫീഷ്യൽ ടൈറ്റിൽ എന്ന് ഈ കാഷ്വാലിറ്റിൻ്റെ പണ്ടത്തെ 1962 ഇവരുടെ ഒഫീഷ്യൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കാർഡിയോളജി എന്താണെന്നുള്ളതാണ്. കാർഡിയോളജി എന്ന് പറയുന്നത് ദ ഡിപ്പാർട്ട്മെന്റ് ആസ് ദ നെയിം സജക്ട്സ് ഡീൽ വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ഹ്യൂമൻ ഹാർട്ട് ഓർ സർക്കുലേഷൻ, and cardiology is the medical specialty dealing with the diagnosis and treatment of diseases and disorders of the heart, and it treats people on inpatient and outpatient basis. The biggest area of heart diseases treated in the coronary artery disease, angina, coronary artery bypass grafting. Coronary artery bypass grafting is the most common type of heart surgery. Cardiovascular surgery deals with surgical treatment of health and blood vessels, while cardiac surgery involves procedures like bypass surgery, valve repair, valve replacement, and surgeries of congenital defects. Vascular surgery deals with diseases of blood vessel. അപ്പം കാർഡിയോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ്? നമ്മുടെ ഹാർട്ട് അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഹാർട്ട് ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ്, അതുപോലെ ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പേഷ്യൻസ് ആൾക്കാർ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വൺ ഇസ് അനസ്തോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അനസ്തോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡോക്ടേഴ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്റ്റർ അനസ്തേഷ്യ ഫോർ പേഷ്യൻസ് ഫോർ വേരിയസ് പ്രൊസീജിയേഴ്സ് ആൻഡ് സർജറി. The anesthetologist will administer either a general or local anesthetic to the patient. During the surgery, the anesthetologist will monitor the patient blood pressure, heart rhythm, temperature, level of conscious and amount of oxygen in the blood, and regional anesthetic numbers a specific portion of body. Cesarean section are done with a regional anesthetic, and local anesthetic block sensation in small areas, and tended use local anesthesia when numbering a jaw or gums, and general anesthetic renders the patients unconscious. അപ്പം അനസ്തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അനസ്തോളജിസ്റ്റ് ഉണ്ടാവും. കാരണം ഈ MBBS കഴിഞ്ഞ് MDയിലോ MSCയിലോ അനസ്തോളജിസ്റ്റ് സ്പെഷ്യലൈസേഷൻ എടുക്കുന്ന ഒരു വ്യക്തിനെയാണ് എന്തെന്ന് പറയുന്നത് അനസ്തോളജി എന്ന് പറയുന്നത്. ഇവർ നമ്മുടെ ഈ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ, ഈ സർജറി ക്രോണിക് സർജറി, അക്യൂട്ട് ഇൽനസ്, അങ്ങനെയുള്ള ഒരുപാട് ഇൽനസ്സും കാര്യങ്ങളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിവിയർ ആയിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ അറിയാതിരിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? അനസ്തേഷ്യ കൊടുക്കും. അങ്ങനെ അനസ്തേഷ്യ കൊടുക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് അനസ്തോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സിസേറിയൻ അതേപോലെ തന്നെ സർജിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പേഷ്യൻസിന് അനസ്തോളജി കൊടുത്തിട്ടാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നോക്കുക. അപ്പോൾ ഈ അനസ്തോളജിസ്റ്റ് വരുമ്പോൾ തന്നെ ആ ആൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റെ ഹാർട്ടിൻ്റെ റിതം ഒരേ ലെവലിലാണോ, ടെമ്പറേച്ചർ കറക്റ്റ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് അനസ്തോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കെയർ ആണ്. ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കെയർ ഇസ് എ സ്പെഷ്യലിസ്റ്റ് ദാറ്റ് കെയർസ് ഫോർ പേഷ്യൻസ് വിത്ത് അക്യൂട്ട് ലൈഫ് ത്രെട്ടനിങ് ഇൽനസ്
critical care is delivered through a highly specialized intensive care unit, also known as intensive treatment unit or critical care unit. The patients are usually transferred to ICU after initial stabilization at emergency room, operation theatre or recovery room. Certain patients need to be isolated and require close and individual medical attention. The ICU has very few beds and is usually managed by specialist doctors and nurses as well as consultant anesthetics, physiotherapist and dietitian. ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കെയർ യൂണിറ്റ് ആണ്. നമ്മുടെ ഇൽനെസ്സും കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രിട്ടിക്കൽ കെയറിന് ICU എന്ന് പറയും. ICU എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിനെയാണ് ICU എന്ന് പറയുന്നത്. നമ്മൾ ICUയിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കയറ്റുന്ന ആ ഒരു പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻസ് വളരെ ബാഡ് ആയെന്ന് തോന്നുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ICUയിലേക്ക് കയറ്റുന്നത്. ആ ICUയിലേക്ക് കയറ്റുന്ന സമയത്ത് അവർ സിറ്റുവേഷൻസ് വളരെ ബാഡ് ആയിരിക്കും. പക്ഷേ അവരുടെ സിറ്റുവേഷൻസ് എല്ലാം നോർമലായി അവർ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതാതായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ വാർഡിലേക്ക് മാറ്റുള്ളൂ. ഏതൊരു സ്പെഷ്യലൈസേഷൻ വാർഡിൽ നിന്നും ICUയിലേക്ക് മാറ്റാൻ പെട്ടെന്ന് കഴിയും. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇവരുടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വളരെ ഡെവലപ്ഡ് ആയിരിക്കും, നല്ല സ്പീഷ്യസ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഒരു നേഴ്സും അതേപോലെ തന്നെ ഒരു ഡോക്ടറും ഒക്കെ ആയിരിക്കും വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് ICUവിനെയാണ്. ICU എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെർമറ്റോളജി ആണ്. അപ്പോൾ ടെർമറ്റോളജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ടെർമറ്റോളജി ഇസ് ദ സയൻസ് ദാറ്റ് ഇസ് കൺസേൺ വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ് ഓഫ് ദ സ്കിൻ, ഹെയർ, നെയിൽസ് and it offers specialized treatment of clinical, general dermatological problem including disorders of the skin, hair and nail and venereal diseases, and also advanced cosmetic dermatology services for the management of the problems like acnes, scares, pigmentation, hair losses, hair fall, unwanted hair, moles, warts, crowns, wrinkles ആൻഡ് ഏജിങ് സ്കിൻ. ഡെർമറ്റോളജി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന്, ഹെയർ, നമ്മുടെ സ്കിന്നിൻ്റെ വ്രിങ്കിളിങ്, അതേപോലെ തന്നെ നമ്മുടെ മോൾസ്, മറുക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഹെയർ ലൂസ്, സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. ഇയർ, നോസ് ആൻഡ് ത്രോട്ട് എന്ന് പറയുന്നത് ആസ് ദ നെയിം സജക്ട്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽസ് വിത്ത് അലൈൻമെൻറ്റ്സ് concerned with ear, nose and throat. A doctor who is trained in the medical and surgical treatment of ears, nose and throat and related structures of the head and neck is generally referred to as an ENT surgeon, specialist, otolaryngologist. The part is covered under the specialist include ears, nose and nasal passage and sinus and oral cavity, mouth and throat, as well as the structure of the neck and face, and it include treatment of variety of alignments like ear, nose and throat എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്ക്, നമ്മുടെ നോസിന്, നമ്മുടെ ത്രോട്ടിനൊക്കെ നമ്മുടെ ചെവീൻ്റെ ഇയർ ബാലൻസ് പോവുക, നമ്മുടെ നാസലിന് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വരിക, അതേപോലെ തന്നെ ത്രോട്ടിന് എന്തെങ്കിലും വരിക, ഈ തൈറോയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ചെവിയായിട്ടും മൂക്കായിട്ടും തൊണ്ടയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുവാണെങ്കിൽ, ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇയർ, നോസ് ആൻഡ് ത്രോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻഡോക്രിമിനോളജി. എൻഡോക്രിമിനോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എൻഡോക്രിമിനോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻ റിലേറ്റഡ് ടു എൻഡോക്രൈൻ സിസ്റ്റം. ദ ബോഡി ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡഡ് പാൻക്രിയ, തൈറോയിഡ്, pleural glands, ovaries. Endocrinology is a medical super specialty with the study of hormones, hormone related disorders, and endocrinologists are specially trained physicians who diagnose diseases related to the glands, and they work closely with specialists in ophthalmology, radiation, oncology, surgery, obstetrics, transplantation and other specialist areas to provide a multidisciplinary approach
to a person medical problems including എൻട്രോക്രിമിനോളജി എന്ന് പറയുന്നത് ഒരു മെഡിസിൻ ആണ്. അത് റിലേറ്റഡ് ടു എൻട്രോകൈൻ സിസ്റ്റമാണ്. നമ്മുടെ ഹോർമോണിക്കൽ ചേഞ്ചസ്, ഹോർമോണിക്കൽ ഡിസേബിലിറ്റി, ഹോർമോണിക് ഡിസോർഡേഴ്സിന് ഒക്കെ വേണ്ടിയിട്ട് ചികിത്സിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് എൻട്രോക്രിമിനോളജി എന്ന് പറയുന്നത്. നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇൻ്റർസെക്സ് മെഡിസിൻസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്രിമിനോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. കാരണം ഹോർമോണിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഹോർമോണിക് ഡിസബിലിറ്റീസോ ഹോർമോണിക് ഡിസോർഡേഴ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് എൻട്രോക്രിമിനോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജീരിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് യൂഷ്വലി മാൻഡേഡ് വിത്ത് ഡോക്ടേഴ്സ് specialized in geriatric medicine, since the earlier suffer from a range of illness and seek treatment for stroke, gastroenterology, diabetes, locomotor problem, syncope. അപ്പോൾ ജീരിയാട്രിക്സ് എന്ന് പറയുന്നത് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് യൂഷ്വലി മെയിൻ ഫോർ, ഇത് ജീരിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വയസ്സായ ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ജീരിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം വയസ്സായിട്ടുള്ള അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ജീരിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അവരെന്ന് പറയുന്നത് സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി, ഡയബറ്റിസ്, അതേപോലെ തന്നെ സിനോപ്സി, ബോൺ ഡിസീസസ്, സന്ധിവാതം, എല്ല് തേയ്മാനം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വയസ്സായ സമയത്ത് ഇവർക്ക് എൽഡർ ആയിട്ടുള്ള സിറ്റിസൺസിന് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ജീരിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത് ഇന്റേണൽ മെഡിസിൻസ് ഓർ ജനറൽ മെഡിസിൻസ് ഇൻ ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ഡീലിംഗ് വിത്ത് ദ പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് treatment of adult disease. A general practitioner is also called as a GP, and it is a physician who does not specialize in one particular area of medicine. And GPs provided routine healthcare, physical examination, immunization, and assess and treat many different conditions including illness and injuries. അപ്പോൾ ജനറൽ മെഡിസിൻസ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പൻഡീസിൻ്റെ സർജറി, നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള സർജറീസ്, അതേപോലെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള ഡിസീസസ്, ഈ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഡയഗ്നോസിസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. ഒരു ജനറൽ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറിന് ആ ഒരു ജനറൽ മെഡിസിൻ പ്രൊസീജിയേഴ്സിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോഎൻട്രോളജിയാണ്. ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്നത് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽസ് വിത്ത് ബൗൾ റിലേറ്റഡ് മെഡിസിൻ. They diagnosis and treatment of condition that affect the stomach, small intestine, large intestine, gallbladder, colon, rectum, and it is also involves endoscopy. Special nurses are often investigation. Hematology is a super speciality that deals with diagnosis and management of patients suffering from disorders of liver. നമ്മുടെ വയറിരിച്ചിൽ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ലിവറിന് എന്തെങ്കിലും ഡിസോർഡേഴ്സും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കാണിക്കും. നമ്മുടെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും അസിഡിറ്റി അങ്ങനെയുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. എന്ന് പറയുന്നത് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽസ് വിത്ത് the investigation and treatment of problems of the female urinary tract and reproductive system. A woman's life is marked by unique change that occurred with the time from attaining menarche, concept, pregnancy, childbirth and menopause. These changes do bring about problems and directly or indirectly associated the reproductive system, and hence required a separate branch of medicine that focus the area, and 3 specialists, gynecology, obstetrics and infertility, are concerned with the woman's healthful life overall. And gynecology involves medical and surgical therapies
for the complete spectrum of disorders involving the female reproductive system, and obstetrics is a surgical specialty that deals with care of mother and child before, during and after childbirth. Assisted reproductive is a special branch of medicine that is concerned with infertility issues, both men and women, and involves diagnosis, infertility therapeutic techniques to improve fertility, and embryology services such as vitro fertilization IVF. Obstetrics and Gynecology department എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഡയഗ്നോസിസ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് വിമൻസിനാണ്. വിമൻസിൻ്റെ യൂറിനറി ട്രാക്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്ന, മീൻസ് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്തെന്ന് പറയുന്നത് ഒബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. അപ്പം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി, അതേപോലെ തന്നെ മെനോപോസ് മുതൽ മെനാർക്കി വരെ, മീൻസ് മെനാർക്കി മുതൽ മെനോപോസ് വരെയുള്ള കാര്യത്തിന് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കും. അതേപോലെ തന്നെ കുഞ്ഞുണ്ടാവാതെ ഇരിക്കുന്ന കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള IVF എന്ന് പറഞ്ഞാൽ വെട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പം അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്തെന്ന് പറയുന്നത് ഒബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെമറ്റോളജി ആണ്. ഹെമറ്റോളജി എന്ന് പറയുന്നത് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ബി പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഹോസ്പിറ്റൽ ലബോറട്ടറി or work closely with the hospital laboratory, and hematology includes the study of etiology, diagnosis and treatment and prevention of blood disease that affect the production of blood and its components such as blood vessel, hemoglobin, blood proteins, mechanism of coagulation. The laboratory work that does into the study of blood is frequently performed by a medical technologist. Hematologists also conduct studies in oncology, the medical treatment of cancer. ഹെമറ്റോളജി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മുടെ ബ്ലഡിൻ്റെ കൗണ്ട് കുറയുക, ഹീമോഗ്ലോബിൻ ഇല്ലാണ്ടാവുക, അതേപോലെ തന്നെ ബ്ലഡ് ക്യാൻസറിൻ്റെ തുടക്കം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ ബ്ലഡിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ ന്യൂറോളജി ഡീൽസ് വിത്ത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ദ ഡോക്ടേഴ്സ് in this department investigate and treat patients for problems that affect their brain and spinal cord. Neurologists examine patients who have been referred to them by other physicians in both the inpatient and outpatient settings. A neurologist well-being their interaction with the patient by taking comprehensive medical history and then perform a physical examination focusing on evaluating the nervous system. Components and neurological examination included assessment of the patient conjugative function, motor strength, sensation, reflex coordination. Neurologists do not perform surgery. If one of their patients required surgery, they refer them to neurosurgeon and that requires surgical intervention. Neurology എന്ന് പറയുന്നത് ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിസിൻസ് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ എങ്കിലും ട്രീറ്റ് ചെയ്യുന്നതിനാണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. ഇവരെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിലൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസിസ് ചെയ്ത് അത് എക്സാമിൻ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് വൺ ഇസ് നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്. നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നെഫ്രോളജി ഫോക്കസ് ഓൺ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ് അഫക്റ്റഡ് ദ കിഡ്നി ഇൻക്ലൂഡിംഗ് ഇലക്ട്രോൾ ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ, renal replacement therapy including dialysis and renal transplantation and are also carried of nephrologist. അപ്പോൾ നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസീസസ്, കിഡ്നി ഫെയിലിയർ, നമ്മുടെ ഫിൽട്രേഷൻ്റെ പ്രോബ്ലംസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയി ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ഹോസ്പിറ്റൽസിലാണ്. 3 ഡിപ്പാർട്ട്മെൻറ്റാണ്: അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ സ്പെഷ്യലൈസേഷനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ.